അപ്പോഴേ നമുക്കൊരു 25 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീട് കിട്ടും. അതായത് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ പ്ലാനൊക്കെ വെച്ചിട്ട് സംഭവം സെറ്റായിട്ടുള്ളത്. വീട് മാത്രമല്ല, വീടും സ്ഥലവും കൂടിയിട്ട് ഒരു 25 ലക്ഷം രൂപ. ഇതേ കാണുന്ന വീടുകളുടെ ഇടയിലായിട്ട് ഇതേ കാണുന്ന പഞ്ചായത്ത് റോഡ് ഫേസ്. ഈ പഞ്ചായത്ത് റോഡ് മാത്രമല്ല കേട്ടോ, നമ്മുടെ നേരെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഹൈവേ. ആ ഹൈവേ ആണ് ഇതാ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഹൈവേ നിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വെച്ചാൽ മതി. അതായത് നമുക്കൊരു ഓട്ടോ പോലും വിളിക്കേണ്ട, ഒരു 2 വീലറും കൊണ്ട് പോലും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ലൊക്കേഷനിൽ ഇതേ കിടക്കുന്ന ഭൂമി നല്ല പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമി, നല്ല ഓപ്പൺ കിണർ വെള്ളം കിട്ടുന്ന ഭാഗം, അതുപോലെ തന്നെ 6 മീറ്ററിൽ നല്ല വീതിയുള്ള റോഡ് സൗകര്യം, അതുപോലെ തന്നെ ഡ്രൈനേജ് സൗകര്യങ്ങൾ, പിന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി പോസ്റ്റ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നമുക്കൊരു 25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാധാരണ ഒരു ചെറിയൊരു വീടും അതുപോലെ തന്നെ നമ്മുടെ ഒരു കോമ്പൗണ്ട് വാൾ അതുപോലെ തന്നെ ഇൻ്റർലോക്ക് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നമുക്കൊരു വീട് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. ശരിക്കും ഞാൻ മുമ്പ് ഈ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 1.5 മാസം സംതിങ് 2 മാസത്തിനടുത്തെത്തി തോന്നുന്നു കേട്ടോ. അന്ന് ഇതേ കാണുന്ന ഭൂമി ഉണ്ടോ, ഇത് മൊത്തത്തിൽ കൊടുക്കാനുണ്ടായിരുന്നതാണ്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും 4-5 പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇടയിലിടയിൽ എല്ലാ ഫേസിങ്ങും ഉണ്ട്. അതായത് കിഴക്കോ തെക്കോ വടക്കോ പടിഞ്ഞാറോ ആയിട്ടുള്ള ഒരു 4 പ്ലോട്ടുകൾ മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോൺ സൗകര്യം വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഒരു വീട് നോക്കുന്നവരാണെങ്കിൽ, ഒരു പഴയ വീടൊക്കെ പോയി എടുക്കുന്ന നേരം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കൊരു പുതിയ വീട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും. അതും ഫുൾ ലോൺ കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാ കാണുന്ന വണ്ടി നിൽക്കുന്ന വാഹനങ്ങൾ പോകുന്നില്ലേ, അതാണ് ശരിക്കും ഹൈവേ റോഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ റോഡ് ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഇറങ്ങിയാൽ മതി, ജസ്റ്റ് നമുക്ക് പ്രോപ്പർട്ടിക്ക് എത്താൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാണോ ഡ്രൈനേജും കാര്യങ്ങളും റോഡ് സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതേ കിടക്കുന്ന സ്ഥലം മൊത്തത്തിലുണ്ടായിരുന്നതാണ്. നമുക്കതിനകത്ത് 4-5 പ്ലോട്ട് മാത്രമേ ഇനി അവൈലബിൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല അല്ലേ, പറയാം. അതായത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിന്ന് നേരെ നമ്മൾ കോങ്ങാടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുണ്ടൂർ ഭാഗം കേട്ടോ. ഈ മുണ്ടൂർ 9-ാം മൈൽ ജംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. ഈ 9-ാം മൈൽ സ്റ്റോപ്പിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയും വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇതാ ഈ കാണുന്നത് നമ്മുടെ മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ പള്ളി മദ്രസയോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശരിക്കും നമുക്ക് ജസ്റ്റ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നടന്നാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ സ്കൂളാണെങ്കിൽ നമുക്കിവിടെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട് മുണ്ടൂർ. അതുപോലെ തന്നെ നമ്മുടെ MESൻ്റെ സ്കൂളാണെങ്കിൽ അടുത്തുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഒരു 1/2 കിലോമീറ്ററുള്ള നമ്മുടെ യോഗക്ഷേത്ര കോളേജിലോട്ട്, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കുന്നപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം, ജസ്റ്റ് ഒരു 500 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. പിന്നെ ക്രിസ്ത്യൻ ചർച്ച് വരുന്നത് നേരെ ഈ ബിൽഡിങ്ങിന് നേരെ മുമ്പിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ്ഡ് കമ്മ്യൂണിറ്റീസ് എല്ലാവരും ഉള്ള നല്ല ഏരിയയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വീട് വെക്കാനാണ് ശരിക്കും നല്ലൊരു അടിപൊളി കേട്ടോ സ്ഥലം ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരുപാട് വീടുകളും അടുത്ത വർഷമൊക്കെ വരുമ്പോൾ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ലൊക്കേഷനാണ്. അപ്പം ഇത് മൊത്തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥലമായിട്ട് മാത്രമാണെങ്കിൽ ഒരു സെൻറ്റിന് 2.5 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നുണ്ട്. ഇനി അതിൽ വീടായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീടും സ്ഥലവും എല്ലാം കൂടിയിട്ട് നമുക്കൊരു 25 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തരും കേട്ടോ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുക. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വേറെ വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഒന്ന് അടുത്ത വീഡിയോ കണ്ടു നോക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം.